പൊന്നാര മക്കളെ, അങ്ങനെ ഞങ്ങൾ വേറെ വഴിക്ക് പോയപ്പോഴാണ് കുട്ടികളെല്ലാരും കൂടി നിലയും പുളിയും കൂട്ടിക്കാണ്ട് കോട്ടക്കുന്നുമ്മ കാണണം എന്നും പറഞ്ഞുകാണ്ട് പോയത്. ഏതായാലും ആ ചങ്ങായിനും കൂട്ടി കുട്ടികളും മക്കളൊക്കെ ഏറ്റുണ്ട് കോട്ടക്കുന്നൊന്ന് കാണാന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്നപ്പോൾ അവിടെ പാസ് എടുക്കണം. പാസ് എടുത്ത് കഴിഞ്ഞ് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയപ്പോൾ ഇതാണ് കോട്ടക്കുന്നിൻ്റെ മുൻവശം. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ മാത്രം ഉള്ളിക്കാരാന്ന്. ചെന്നപ്പോഴല്ല അറിഞ്ഞത് ഓരോരുത്തർ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് കണ്ടില്ല. കോളേജ് കുട്ടികളൊക്കെ അങ്ങനെ നടന്ന് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊന്നും ഒരു വഴിക്കും പോയിട്ടില്ല. ഇപ്പം അതാ കണ്ടപ്പോണു സ്കൂൾ കുട്ടികളെ കൊണ്ട് കിടന്ന് അറിഞ്ഞപ്പോണു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുടുംബം കുട്ടികളെ അടക്കി പോന്നപ്പോണു. ഇത് കണ്ടില്ലേ, മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള പെട്ടിയും കാര്യങ്ങളും നല്ല വൃത്തി തന്നെയാണ് ഇത് കൊണ്ടടക്കുന്നത്. അങ്ങനെയുള്ള എനർജി വെച്ച് നടക്കുമ്പോഴുണ്ട് എൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങാത്ത കുട്ടി വരെ നടക്കൽ തുടങ്ങി. രണ്ടടി നടന്നപ്പോൾ കൊയങ്ങോലൊക്കെ അവിടെ കുത്തർക്കുന്നുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്. അങ്ങനെ പോകണു കോട്ടക്കുന്ന്. പിന്നെ ഇവിടെ ആർട്ട് ഗാലറി ഉണ്ട്, സ്കൂളിലെ പരിപാടി, കലാപരിപാടി, വായനാ മത്സരമൊക്കെ ദവിടെ വെച്ചാണ് നടക്കലിട്ടാ. കോട്ടക്കുന്നുമൊക്കെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നടക്കാത്ത മനുഷ്യന്മാർ നടത്തിച്ചാണ് ഓരോരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് കോട്ടക്കുന്നും ഉള്ളതിട്ടാ. ആ കണ്ടില്ലേ പെണ്ണുങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഐറ്റങ്ങളൊക്കെ പേരിൽ നേരാമണ്ണ് ഒരു പണി എടുക്കാൻ പറഞ്ഞാൽ എടുക്കുവോ ഇച്ച് തോന്നണില്ല. പക്ഷെ ഈ ഒരു ടൂറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മണ്ടിയാണ് പോരും പുതിയാപ്പിളാരൊക്കെ. ഓരോ ഭാഗത്ത് കപ്പിൾസും കുട്ടികളും എല്ലാരും ഉണ്ട് ഇങ്ങനെ നിന്ന് സെൽഫി എടുക്കണം. ആ കണ്ടില്ല നിങ്ങള് എന്തോ ഒരു മട്ടത്തിലാണ് സ്നേഹം കണ്ട് വാരി കോരി എറിയല്ലേ. പെരിയിൽ ചെന്നാൽ ഇതൊക്കെ തന്നെ ഉണ്ടായാൽ മതി, അത്ര ഉള്ളിച്ച് അറിയണ്ട്. പൊന്നാരെ പൊന്തക്കാട്ടിൽ ഇതാ ഒരു മനുഷ്യന്. പിന്നെ ഒത്തു നോക്കിയില്ല, കുട്ടികളും മക്കളെ കണ്ടു ഒപ്പം നിർത്തിക്കാണ്ട് അങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്തു. ആ മനുഷ്യനും വേണ്ട ഒരു സന്തോഷം ഇതൊക്കെ. ആള് പ്രതിമാണെങ്കിൽ അതിന്റെ മനസ്സിലുണ്ടെങ്കിലോ. അങ്ങനെ നടന്ന് അതിന്റെ മേലങ്ങട്ട് എത്തി. ഇതാണ് മക്കളെ കോട്ടക്കുന്ന്. ഇനി കണ്ടില്ല എന്ന് പറയണ്ട, കാണാത്തോലുണ്ടെങ്കിൽ ഓലോടാണ്ട് പറഞ്ഞാളി ഇതാണ് കോട്ടക്കുന്ന്. ഇതൊക്കെ കണ്ടില്ല മക്കളെ, ഭാര്യയും ഭർത്താവും കുട്ടികളും ഫാമിലിയും കുടുംബമൊക്കെ ആയിട്ട് വന്നിക്കാണ്ട് ഇടത്തൊക്കെ ഒന്ന് ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ടുക്കാണ്ട് റിലാക്സ് ചെയ്ത് ടെൻഷനും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കാണ്ട് ഇങ്ങനെ കുത്തർക്കുമ്പോണ്ടല്ലോ എന്ത് രസമാണ് ജീവിതം കാര്യങ്ങളൊക്കെ. പിന്നെ കുട്ടികളെ നിലനിൽപ്പിച്ചാൽ വേണ്ടിയിട്ട് ഇതാ ഓക്സിജൻ ബലൂണായിട്ട് ഒരു ചങ്ങായി കുട്ടികളായിട്ട് വേഗം കണ്ണും ചിമ്മിക്കാണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. എന്നാ നമ്മളെ ചെറിയ ചങ്ങായി ഓനോട് എന്തൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ടൊക്കെ നോക്കുന്നുണ്ട്. കാക്കാകൊന്ന് തെരിയുന്ന കാക്കാണെങ്കിൽ ഹിന്ദിക്കാരനെ തോന്നുന്നു. കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഹിന്ദിക്കാർക്ക് വേള് മനസ്സിലായിട്ട് അങ്ങനെ തിരിഞ്ഞു നിന്നു, കുട്ടിന്റെ മുത്തുക്ക് വെക്കാതെ. അപ്പൊ മക്കളെ കോട്ടക്കുന്നിന്റെ ഉള്ളിലാണ് പാർക്കും കാര്യങ്ങളൊക്കെ, 2 പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികളെ വാപ്പ അതേ പറഞ്ഞോളൂ, ഏതെങ്കിലും ഒന്നിലേ കയറുള്ളൂ, കായ് പൊട്ടിച്ചാനൊന്നും നിന്നെ കിട്ടൂല. കുട്ടികളെ പാർക്കിൽ ഫതുല്ലാന്റെ പാർക്കിൽ കയറി അവിടെയും ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുട്ടികളിങ്ങനെ അടിച്ച് പൊളിച്ചെന്നെ കണ്ടില്ലേ എത്ര ആൾക്കാരാണ്. മുട്ടായിന്റെ കിണറും കാര്യങ്ങളും എല്ലാം കൊണ്ട് സെറ്റപ്പാണ് കേട്ടാ. ഉമ്മാരുപ്പാരൊക്കെ ചെയ്യേണ്ട ചില കുട്ടികളെല്ലാരും കൂടി ഈ ബലൂണിന്റെ ഉള്ളിൽ കണ്ട് തള്ളിട്ടൊക്കെയാണ്. ഐറ്റങ്ങളാണ് ഇങ്ങനെ കളിച്ചണോ കജ്ജം കെട്ടി നിന്നിക്കാണ്ട് ഇങ്ങനെ അമ്മാരും പാപ്പാനും സമാധാനത്തോടെ അങ്ങനെ പുത്തർന്ന് കാണുകയാണ് അല്ലെ. അങ്ങനെ ഞാനും കയറി കുട്ടികളപ്പം തീവണ്ടിയില്. ജീവിതത്തിൽ ഒറിജിനൽ തീവണ്ടിയിൽ കയറാനുള്ള ഭാഗ്യം ഇല്ലെങ്കിൽ എന്താ, കുട്ടികളപ്പം ഈ ഒരു തീവണ്ടിയിലേയും കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലേ. അങ്ങനെ എന്തൊരു മട്ടത്തിലാണ് ഞാനും കുട്ടികളും കൂടി ഇങ്ങനെ തീവണ്ടിയിൽ ഇങ്ങനെ പോണ്ട്. കണ്ടില്ല നിങ്ങള് ഈ തീവണ്ടി കയറാൻ ഒരു മടിയും പോരായൊക്കെ ഉണ്ടായില്ല. പിന്നെ ഉണ്ട് എന്റെ മുന്നിൽ തന്നെ ഒരു പമ്പറിനോട് കുട്ടികളേറ്റ് ഓളെ കണ്ടപ്പോ ഒരു സമാധാനമായി. പിന്നെ ഈ തീവണ്ടി കയറാൻ 30 ഉറുപ്പ്യ പാസ് എടുക്കണം. അത് 3 വട്ടം അങ്ങനെ കറങ്ങിമ്മ കൂടെ അങ്ങനെ കറങ്ങും. 3ാമത്തെ കണ്ട് കഴിഞ്ഞേക്ക് കണ്ണും മോറക്കാണ് വാടി കുട്ടികളുടെ. കറങ്ങണ ചായക്കപ്പിൽ കുട്ടികളെ തിരിച്ചിട്ടാണ്ട് കുറെ നേരം ഇങ്ങനെ കറങ്ങിയിരുന്നു ഞാൻ. ഏതായാലും ചായ ചോദിച്ചിട്ടാണ് നമ്മള് നട്ടം തിരിച്ച് കറക്കിയിട്ടില്ല, അതന്നെ സമാധാനം. കുട്ടികൾക്ക് പറ്റിയ കളിയിലൊക്കെ 30 ഉറുപ്പ്യ ടോക്കൺ കൊടുത്തിട്ട് കയറാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ മീനിങ്ങനെ കിടന്ന് ഇളകി പോണ്ട്, അതിനും വേണം 30. ഇതാ ഈ കസാലി കൊണ്ടേ കുത്തർന്ന് ഇങ്ങനെ അങ്ങോട്ടും ആട്, അതിനും വേണം 30. 2 പെൺകുട്ടികളെയും കൂടി ഈ കോയമ്മന്റെ വേർത്തണ്ട് കയറ്റിക്കാണ്ട് അങ്ങനെ എത്തി. ഐറ്റങ്ങളെ ചിരി കണ്ടില്ല. ആ ചിരി പോരെങ്കിൽ ഞമ്മക്ക് ഏതായാലും ഒരു സ്ഥലം കണ്ടച്ചേക്കണു. ഈ ബാപ്പാക്ക് ഒരു തൊയിലും ഇനി തരൂലെന്ന് കാര്യം മനസ്സിലായി. അല്ലെങ്കിലും ബാപ്പാർക്ക് പെൺകുട്ടികളോട് പ്രത്യേക ഒരു സ്നേഹമാണ്. ഐറ്റങ്ങളെ കളിയും ചിരി ഇങ്ങനെ എത്ര കണ്ടാലും പൂതിരൂല, അങ്ങനെ നോക്കി കുത്തർക്കും. കാക്കിയും കുഞ്ഞാക്കിയും കൂടി ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരാൾ കളിച്ചിടണു, ഒരാളിങ്ങനെ വീശിക്കണേ, എത്തൊക്കെ ഇവിടെ നടക്കണേ, എത്തൊക്കെ ഇവിടെ കാണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അന്തം വിട്ട് അങ്ങനെ കുത്തർക്കാണ്. മക്കളെ പറയാനാണെങ്കിൽ തോനെ പറയണ്ട. കുട്ടികൾ മക്കളായിട്ടേക്ക് വരുമ്പോ നമ്മള് വലിയോല് കൊയങ്ങന്നല്ലേ. ഏതായാലും ഞങ്ങൾ ഒരു പാർക്കിലെ കയറിയിട്ടുള്ളൂ കേട്ടാ. നീ നമ്മളെ കൊണ്ട് വെച്ച് ഏതായാലും ബസ് വന്നപ്പോഴും ഞങ്ങൾ ഇന്ന് ആ ബസ്സിൽ ഞങ്ങളോട് പോട്ടെ. ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ പാർക്കൊക്കെ ഒന്ന് വരണം. ഏതായാലും എന്നാ ഞങ്ങൾ പോയിട്ടാ ടാറ്റ.